യുടെ ഭാഗത്തുണ്ടായിട്ടുള്ള വീഴ്ചകളെക്കുറിച്ചും മർദ്ദനമുറകളെക്കുറിച്ചും ഒക്കെ തന്നെ വ്യക്തമായ സൂചനകളുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഈ സംഭവത്തിൽ നേരിട്ട് ഉൾപ്പെട്ടവർ പരാതി നൽകിയാൽ മാത്രമേ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന സാങ്കേതിക ന്യായമാണ് ഇവിടെ പോലീസ് നിരത്തുന്നത്. എന്നാൽ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയ വിവരമനുസരിച്ച് ഈ സംഭവത്തിൻ്റെ ചിത്രങ്ങളും മറ്റ് ഡിജിറ്റൽ തെളിവുകളും ഒക്കെ തന്നെ വരും ദിവസങ്ങളിൽ പുറത്തു വരാനുള്ള സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഒരു മുൻകരുതൽ എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ടെങ്കിലും രാഷ്ട്രീയ സമ്മർദ്ദം മൂലം നടപടികൾ മരവിപ്പിച്ചിരിക്കുകയാണ്. ഗണേഷ് കുമാറിനെതിരെ നടപടിയെടുക്കാൻ സർക്കാരിന് ഭയമാണെന്ന ആരോപണത്തിന് പിന്നിൽ പഴയകാല രാഷ്ട്രീയ വിവാദങ്ങളുടെ നിഴലുണ്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പോലെയൊരു ജനകീയ നേതാവിനെ രാഷ്ട്രീയമായി തകർക്കാൻ ചില നിഗൂഢ കേന്ദ്രങ്ങൾ നടത്തിയ നീക്കങ്ങളിൽ ഗണേഷ് കുമാറിനുള്ള പങ്കിനെക്കുറിച്ചുള്ള സൂചനകളാണ് ഈ ഭയത്തിന് കാരണമെന്നാണ് സംസാരം. കാരണം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ ശേഷിയുള്ള പല രഹസ്യങ്ങളും മന്ത്രി ഗണേഷ് കുമാറിൻ്റെ പക്കലുണ്ടെന്നും അത് പുറത്തു വരുന്നത് ഭരണ നേതൃത്വത്തെ പൂട്ടാൻ പര്യാപ്തമായ ബോംബുകളാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ മന്ത്രിയെ പിണക്കുന്നത് സർക്കാരിൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിച്ചേക്കാമെന്ന ഭയമാണ് നിയമപരമായിട്ടുള്ള നടപടികളിൽ നിന്ന് പിന്മാറാൻ പോലീസിനെ പ്രേരിപ്പിക്കുന്നത്. സംസ്ഥാനത്തെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിന് വൻ തിരിച്ചടി നൽകുന്നതാണ് നിലവിലത്തെ സംഭവവികാസങ്ങൾ. സ്ത്രീകളെ മർദ്ദിക്കാൻ മന്ത്രി നേരിട്ട് നിർദ്ദേശം നൽകിയെന്ന വെളിപ്പെടുത്തൽ വന്നിട്ടും അത്തരമൊരു കുറ്റകൃത്യത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോലും സർക്കാർ തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്നും ആരോപിക്കപ്പെടുന്നു. മുൻപ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇമെയിൽ വഴി ലഭിച്ച പരാതികളിൽ പോലും അതിവേഗം നടപടിയെടുത്ത് മാതൃക കാട്ടിയത് അവകാശപ്പെട്ട സർക്കാർ ഇപ്പോൾ സംസ്ഥാനത്തെ പ്രമുഖ ചാനലുകൾ വഴിയൊക്കെ തന്നെ പുറത്തു വന്ന ഈ വെളിപ്പെടുത്തലുകളെ കണ്ടില്ലെന്ന് നടിക്കുകയാണ്. ഇവിടെ മർദ്ദിച്ചുവെന്ന പേഴ്സണൽ അസിസ്റ്റന്റ് പരാതിപ്പെട്ടിട്ടും ഒരു സ്ത്രീയെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന വാർത്തകൾ പുറത്തു വന്നിട്ടും പോലീസിൻ്റെ മൗനം വരും ദിവസങ്ങളിൽ വലിയ തെരുവ് യുദ്ധങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഈ വിഷയത്തിൽ കേരളത്തിലെ വനിതാ സംഘടനകളുടെയും വനിതാ കമ്മീഷൻ്റെയും മൗനം അത്ഭുതകരമാണ്. ഭരണകക്ഷിയോട് ആഭിമുഖ്യമുള്ള മഹിളാ സംഘടനകൾ ഇത്തരം ഗൗരവകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പ്രതികരിക്കാതെ മാറി നിൽക്കുന്നത് അവരുടെ രാഷ്ട്രീയ വിശ്വസ്തതയെ തന്നെ ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. സ്ത്രീ സുരക്ഷ മുഖ്യ വിഷയമാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന LDFനെ സംബന്ധിച്ച് സ്വന്തം മന്ത്രിയുടെ പേരിൽ ഉയർന്നു വന്നിരിക്കുന്ന ഈ ഒരു ആരോപണം അത് കഴുകിക്കളയുക പ്രയാസമായിരിക്കും. കാരണം സൈബർ ഇടങ്ങളിൽ സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ തന്നെ സംസാരിക്കുന്നവരും പൊതുവേദികളിൽ പ്രസംഗിക്കുന്നവരുമൊക്കെ തന്നെ ഒരു മന്ത്രി പ്രതിസ്ഥാനത്ത് വരുമ്പോൾ അണ്ണാക്കിൽ ഉണ്ട തിരികിയ അവസ്ഥയിലാണെന്ന പ്രതിപക്ഷത്തിൻ്റെ പരിഹാസം സർക്കാരിനെ ഏറെ പ്രതിരോധത്തിലാക്കുന്നു. ഏതായാലും ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനത്ത് തുടരുന്നത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുണകരമാണെന്ന വിലയിരുത്തലിലാണ് ഇപ്പോൾ പ്രതിപക്ഷം. കാരണം സോളാർ വിവാദം മുതൽ സ്വർണ്ണക്കടത്ത്, മാസപ്പടി, ലൈഫ് മിഷൻ തുടങ്ങി നിരവധി അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന മുഖ്യമന്ത്രിക്ക് ഗണേഷ് കുമാറിനെ പോലെ ഒരു മന്ത്രി കൂടി കൂടെയുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണ ആയുധമാക്കാമെന്ന് UDFും കണക്ക് കൂട്ടുന്നുണ്ട്. വസ്തുതകൾ ഇത്രയും വ്യക്തമായിട്ടും ഇൻ്റലിജൻസ് റിപ്പോർട്ട് കയ്യിലിരുന്നിട്ടും നടപടിയെടുക്കാത്ത മുഖ്യമന്ത്രിയുടെ നിലപാട് കേരളത്തിലെ ജനങ്ങൾ വോട്ടിലൂടെ വിലയിരുത്തുമെന്ന് ഉറപ്പാണ്. അഴിമതിയും ക്രിമിനൽ സ്വഭാവമുള്ള ആരോപണങ്ങളും ഒരേപോലെ വേട്ടയാടുന്ന ഈ സർക്കാരിന് ഈ ഒരു പടിയിറക്കം അത്ര സുഗമമായിരിക്കില്ല എന്നാണ് രാഷ്ട്രീയ സാഹചര്യങ്ങൾ വ്യക്തമാക്കുന്നത്.